ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സാൻഡേ. ഇന്ന് നമ്മൾ പെസഹ വ്യാഴാഴ്ചത്തെ അപ്പം മുറിക്കൽ ശുശ്രൂഷകളാണ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീടുകളിൽ പെസഹായ്ക്ക് അപ്പം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുമല്ല, എങ്കിലും ചില ബൈറ്റ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കത് വൃത്തിയായിട്ട് അറിയൊന്നുമില്ല. ഒക്കെ മമ്മി തന്നതുപോലെയൊക്കെ ഞാൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അരി പൊടിച്ചത് ചേർത്തിട്ടുണ്ട്, പിന്നെ ഉഴുന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്, തേങ്ങ ചേർത്തിട്ടുണ്ട്, മറ്റെന്തൊക്കെയോ ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ 2 തരത്തിലുള്ള അപ്പമാണ് പെസഹായ്ക്ക് ഉണ്ടാക്കുക. ഒന്ന് പുഴുങ്ങുന്ന അപ്പം, അത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക ചെയ്യുക. മറ്റൊന്ന് നല്ല തീയിൽ എണ്ണയിൽ ചുട്ടെടുക്കുന്ന അപ്പം. അപ്പോൾ ചുട്ടെടുക്കുന്ന അപ്പത്തിലാണ് നമ്മൾ ഈ കറിവേപ്പിലയും ചുവന്നുള്ളി ആഡ് ചെയ്യുക. പുഴുങ്ങുന്നതിൽ അത് സാധാരണ ആഡ് ചെയ്യില്ല. ഇനി ഇതിനകത്ത് പുഴുങ്ങുന്ന അപ്പത്തിൽ നമ്മളൊരു കുരിശൊക്കെ വെക്കും. ആ അപ്പമാണ് നമ്മൾ വളരെ ഭക്തിപൂർവ്വമൊക്കെ മുറിച്ച് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ സമയത്ത് കഴിക്കുക. ഇനി ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുകയാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മളിത് ആചരിക്കുന്നത്. ഇതേപോലെ തീയൊക്കെ മുകളിലും താഴെയും കത്തിച്ച് ആണ് ഈ ചുട്ട അപ്പം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കുറച്ച് ടഫാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. കൈയൊക്കെ ഇടയ്ക്ക് മമ്മിയുടെയൊക്കെ പൊള്ളിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഴുങ്ങിയ അപ്പം ഉണ്ടാക്കാനായിട്ട് ഇതിങ്ങനെ ചെമ്പിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂറോളം ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ലോണം വെന്ത് വരും. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ്. നമ്മുടെ കുരിശപ്പം ഇതാണ്, കുരിശ് വെച്ചിട്ടുള്ള അപ്പം. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ അപ്പം മുക്കി കഴിക്കാനായിട്ട് ഒരു പാലുണ്ടാക്കും. അതിന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന പാലിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ജീരകം, പിന്നെ എന്തൊക്കെയോ ആഡ് ചെയ്യുന്നുണ്ട്, അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതൊന്നുമല്ല, ഒരുപാട് പേരുടെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ഈ പെസഹായൊക്കെ ഒരുക്കുക. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് അത് വേണ്ട രീതിയിൽ അതിലേക്ക് വെല്ലമൊക്കെ ഇട്ട് ഒക്കെയാണ് ആ പാല് നിർമ്മിക്കുക. അപ്പം ഇത് വളരെ ഭക്തിപൂർവ്വമൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇത്രയും തേങ്ങാപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കലത്തിൽ ഒരു 1/4 ഭാഗത്തോളം ഉണ്ട്. അപ്പം നമ്മുടെ പെസഹ വിരുന്നിൻ്റെ സമയമായി. നമ്മൾ നമ്മുടെ വീട്ടിൽ പെസഹ ആചരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി എല്ലാവരും അപ്പം മുറിച്ച് അതെല്ലാവർക്കും പങ്കുവയ്ക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇപ്പം നമ്മൾ കുട്ടികൾ, ആൻറ്റിമാർ, അങ്കിൾമാർ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കുമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിവസം നമ്മൾ നമ്മുടെ അങ്കിൾമാരുടെ വീട്ടിലും ഒക്കെ പോയിട്ട് അപ്പം മുറിക്കും. അപ്പം നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് നമ്മുടെ പല അങ്കിൾമാരുടെയും വീട്. അപ്പം നമ്മൾ പരസ്പരം എല്ലാ വീടുകളിലൊക്കെ പോയി അപ്പം മുറിക്കും. അപ്പം നമ്മുടെ ഇത് 2ാമത്തെ വീടാണ്. ഏറ്റവും മുതിർന്ന ആളാണ് അപ്പം മുറിക്കുക. അതിനുശേഷം ഏറ്റവും മുതിർന്നത് മുതൽ ഏറ്റവും ചെറിയ ആൾക്കാണ് ഈ അപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചില രീതികളൊക്കെ ഉണ്ട് ഈ ഒരു നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിൽ. നമ്മൾ 3ാമത്തെ വീട്ടിലെത്തി. അവിടെ നമ്മൾ ഏറ്റവും കാരണവരാണ് അപ്പം മുറിക്കുക. അതിനുശേഷം പ്രായമൂപ്പനുസരിച്ച് അപ്പം നമുക്ക് ഓരോരുത്തർക്കായി കൈകളിൽ നൽകും. ആ അപ്പം നമ്മൾ ഈ മധുരമുള്ള ഈ പാലിൽ മുക്കി കഴിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്കിനി അടുത്ത വീട്ടിലേക്കും പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇത്തവണ ഏകദേശം പെസഹായ്ക്ക് ഞങ്ങൾ 5 വീട്ടിലാണ് പോയത്. അപ്പം നമ്മൾ 4ാമത്തെ വീട്ടിലെത്തി. അവിടെ പ്രാർത്ഥനയോടുകൂടി പെസഹ ആചരിക്കുകയാണ്. പെസഹ അപ്പമൊക്കെ മുറിച്ച് നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ പെസഹ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഡേ ആണ് ദുഃഖ വെള്ളിയാഴ്ച. അതിനുശേഷം ദുഃഖശനി, പിന്നെ ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആഘോഷിക്കുക. അപ്പം 50 ദിവസത്തെ നോമ്പിനൊടുവിലാണ് ഈ ഈസ്റ്ററൊക്കെ വരിക. അപ്പം നമ്മൾ ഈസ്റ്റർ വളരെ നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിപ്പം ഈ ഒരു വീക്കിനെ നമ്മൾ ദ ഹോളി വീക്ക് എന്നാണ് പറയുക, അല്ലെങ്കിൽ വലിയ ആഴ്ച എന്ന് പറയും. അപ്പോൾ വലിയ ആഴ്ചയിലെ തേഴ്സ്ഡേ ആണ് പെസഹ.
ഇതാ നമ്മൾ 5ാമത്തെ വീട്ടിലെത്തി. ഇവിടെയും അപ്പം മുറിച്ച് സെയിം ഒരേ ചടങ്ങ് തന്നെയാണ് എല്ലായിടത്തും ഈ ഒരേ തരം അപ്പവും അതുപോലെ അത് ചുട്ടയപ്പവും പാലുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എല്ലാ വീട്ടിലും നമ്മളിത് ഒരേ ഭക്ഷണം തന്നെയാണ് കഴിക്കുക. അപ്പം അത്രയേ ഉള്ളൂ.